അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ ഖലീലില്ലാഹി ഇബ്രാഹീമ വഅലാ സയ്യിദിനാ ഇസ്മാഈല വഅലാ സയ്യിദത്തിനാ ഹാജർ വഅലാ അസാത്തിദത്തിനാ വമശായിഖിന. ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ, 13-ൻ്റെ അന്നത്തെ ഏറ് എറിയുന്നതോടെ അല്ലെങ്കിൽ 12-ൻ്റെ അന്ന് നഫർ അവലായി പോകാൻ നിയ്യത്ത് വെച്ച് മഗ്രിബിന് മുമ്പ് മിന വിടുന്നതോടെ നമ്മുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യം, മക്കയോട് യാത്ര പറയുമ്പോൾ ചെയ്യുന്ന വദാഇൻ്റെ തവാഫാണ്, വിട പറയൽ തവാഫ്. ആ തവാഫിനെ കുറിച്ച് പറയാം ഇന്ന് നമുക്ക്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമനുസരിച്ച് വദാഇൻ്റെ തവാഫ് ഹജ്ജിൻ്റെയോ ഉംറയുടെയോ കർമ്മങ്ങളിൽ പെട്ടതല്ലെന്നാണ്. മറിച്ച് നിസ്കാരം കസറാക്കൽ അനുവദനീയമായ ദൂരത്തേക്ക്, അഥവാ സുമാർ 132 കിലോമീറ്റർ ദൂരത്തേക്ക് പരിശുദ്ധ മക്കയിൽ നിന്ന് യാത്ര പോകുന്നവർക്കെല്ലാവർക്കും നിർബന്ധമായ കർമ്മമാണ് വദാഇൻ്റെ തവാഫ്. അത് മക്കക്കാരനാവട്ടെ, അല്ലാത്തവനാവട്ടെ, ഹാജി ആവട്ടെ, ഉംറക്ക് വന്നവനാവട്ടെ, എല്ലാവർക്കും നിർബന്ധം. അതുപോലെ 2 മർഹലയിൽ കുറഞ്ഞ ദൂരമാണെങ്കിലും ആ നാട്ടുകാരാണെങ്കിൽ, അഥവാ അവിടെ സ്ഥിരതാമസക്കാരായ സൗദികൾക്കും വദാഇൻ്റെ തവാഫ് നിർബന്ധമാകും. അപ്പോൾ നിസ്കാരം ജംഉം കസുറുമാക്കാനുള്ള ദൂരമില്ലാത്ത ജിദ്ദ പോലുള്ള സ്ഥലത്തേക്ക് പോകുന്ന പ്രവാസികൾക്ക് പിന്നീട് തിരിച്ചു വന്ന് വദാഇൻ്റെ തവാഫ് ചെയ്യുമെന്ന നിയ്യത്തോടെ പോവുകയാണെങ്കിൽ അവർക്ക് വദാഇൻ്റെ തവാഫ് സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. പിന്നീട് അവർക്ക് അത് നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറ്റമോ ഫിദിയയോ ഇല്ലതാനും. ജിദ്ദക്കാരായ പ്രവാസികൾക്ക് തിരക്കുള്ള സമയത്തൊക്കെ ഈ നിയ്യത്തോടെ വദാഇൻ്റെ തവാഫ് ഒഴിവാക്കി പോകാവുന്നതാണ്. വദാഇൻ്റെ തവാഫ് ചെയ്യൽ നിർബന്ധമുള്ള നേരത്തെ പറഞ്ഞ 130 കിലോമീറ്റർ ദൂരത്തേക്ക് മക്ക വിട്ടു പോകുന്നവർ വദാഇൻ്റെ തവാഫ് ചെയ്യാതെ പോയാൽ ഫിദിയ നിർബന്ധമാകും. ഫിദിയ എന്താണെന്ന് ഞാൻ ശേഷം പറയാം. ഇനി അത്യാവശ്യത്തിന് പോകേണ്ടി വന്നു, തവാഫ് ചെയ്യാൻ തിരക്ക് കാരണമോ മറ്റോ സാധിക്കാതെ വന്നു, എന്നാൽ വദാഇൻ്റെ തവാഫ് സുന്നത്താണ് എന്ന ഒരു അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ തന്നെയുണ്ട്. അത്തരം കുടുങ്ങുന്ന ഘട്ടങ്ങളിൽ അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്, എന്നാൽ ഫിദിയയിൽ നിന്ന് രക്ഷപ്പെടും. വദാഇൻ്റെ തവാഫ് ചെയ്യുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഉംറക്ക് വന്നവരാവട്ടെ ഹജ്ജിന് വന്നവരാവട്ടെ അവരുടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമേ വദാഇൻ്റെ തവാഫ് പരിഗണനീയമാവൂ, പറ്റുകയുള്ളൂ. അപ്പോൾ ഉംറക്ക് വന്നയാൾ തവാഫ് കഴിഞ്ഞ് സഅയ് ചെയ്യാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, വദാഇൻ്റെ തവാഫ് അങ്ങ് ആദ്യം ചെയ്തു വെക്കാം, പിന്നീട് സഅയും ചെയ്ത് തിരിച്ചു പോവാമെന്ന് കരുതി വദാഇൻ്റെ തവാഫ് ചെയ്താൽ അത് വദാഇൻ്റെ തവാഫാകുമോ? ഇല്ല, ഒരിക്കലും അത് വദാഇൻ്റെ തവാഫാവുകയില്ല. അത് സുന്നത്തായ തവാഫായി പരിഗണിച്ചേക്കാം. മറിച്ച് ഉംറ നിർവഹിക്കുന്നവന് സഅയ് ചെയ്ത് മുടി മുറിച്ചതിന് ശേഷമേ വദാഇൻ്റെ തവാഫ് ചെയ്യാൻ പറ്റൂ. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഉംറ ചെയ്തവൻ അതിൻ്റെ അവസാനത്തെ ഫർളായ മുടി നീക്കൽ ജിദ്ദയിൽ വെച്ച്, ജിദ്ദ ഒരു ഉദാഹരണം, ഒന്നിരിക്കൽ ജിദ്ദയിൽ വെച്ച് അല്ലെങ്കിൽ തൻ്റെ നാട്ടിലെത്തിയതിന് ശേഷം മുടി നീക്കാമെന്ന് കരുതി മാറ്റിവെച്ചു, അത് അനുവദനീയമൊക്കെയാണ്. അങ്ങനെ മാറ്റിവെച്ചാൽ അവന് വദാഇൻ്റെ തവാഫ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം എന്താ? ഉംറയുടെ ഫർളായ മുടി നീക്കൽ ബാക്കിയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. അതുപോലെ ഹജ്ജിന് ഇഹ്റാം ചെയ്തവർ മക്കത്ത്
ദുൽഹജ്ജ് 10-നോ 11-നോ 12-നോ ഒക്കെ വന്ന് ഇഫാദത്തിന്റെ തവാഫിന് വന്നു. ഇനി ഏതായാലും മിനയിലേക്ക് പോകുന്നതിന് മുമ്പ് വദാഇന്റെ തവാഫ് കൂടെ ചെയ്യാം. എന്നാൽ മിനയിൽ നിന്ന് നേരെ നാട്ടിലേക്ക് അല്ലെങ്കിൽ സൗദിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാമെന്ന് വെച്ച് വദാഇന്റെ തവാഫ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം അവന്റെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽപ്പെട്ട മിനയിൽ രാപ്പാർക്ക, കല്ലെറിയൽ പോലുള്ളവ ബാക്കിയാണ്. അതിനാൽ വദാഇന്റെ തവാഫ് ശരിയാവുകയില്ല. അപ്പോൾ ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമേ വദാഇന്റെ തവാഫ് ശരിയാവുകയുള്ളൂ. 12-ന് തവാഫ് ചെയ്യാൻ പറ്റും. എപ്പോൾ? നേരത്തെ പറഞ്ഞ നഫറവലായവൻ മിന വിട്ടു പോന്നാൽ അവൻ എന്ത് ചെയ്യാം? വദാഇന്റെ തവാഫ് ചെയ്യാം. അതിന്റെ മുമ്പുള്ളവരുടെ അവസ്ഥയാണ് പറയുന്നത്. ഇനി ഒരാള് ഇഫാദത്തിന്റെ തവാഫ് ചെയ്തു, പക്ഷേ സഅയ് ചെയ്തില്ല. തിരക്കൊഴിഞ്ഞിട്ട് പിന്നീട് വന്ന് ചെയ്യാമെന്ന് കരുതി. ഏത് സമയത്തും തിരിച്ചു വന്ന് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർക്ക് അങ്ങനെ സഅയിനെ നീട്ടിവെക്കൽ അനുവദനീയമാണ്. ഉദാഹരണമായി മദീനയിലോ റിയാദിലോ അതുപോലെ ദൂരസ്ഥലങ്ങളിലുള്ള സൗദിയിലുള്ള ആളുകൾക്ക് ഏത് സമയത്തും വന്ന് സഅയ് ചെയ്യാലോ. ഇപ്പോൾ നല്ല തിരക്കുമാണ്. ആ തിരക്കിൽ ചെയ്യാൻ അവന് സാധിക്കില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം? സഅയ് മാറ്റിവെക്കാം. അത് അനുവദനീയമൊക്കെയാണ്. പക്ഷേ അത്തരക്കാർക്കും അഥവാ സഅയ് ചെയ്യാത്ത ആളുകൾക്കും വദാഇന്റെ തവാഫ് ചെയ്യാൻ പറ്റില്ല. ചുരുക്കത്തിൽ എല്ലാ കർമ്മങ്ങളും തീർന്നതിന് ശേഷമേ വദാഇന്റെ തവാഫിന് സമയമാവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ. രണ്ടാമതായി വദാഇന്റെ തവാഫിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം തൻ്റെ പേഴ്സണലായ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു അവസാനമായി നിർവഹിക്കേണ്ട കർമ്മമാണെന്നതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം ചെയ്യേണ്ട കർമ്മമാണ്. യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലാതെ ഒന്നിനും പിന്നെ മക്കത്ത് നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് മക്കയോട് വിട പറയണം. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിന്നാൽ, ഉദാഹരണമായി രോഗിയെ സന്ദർശിക്കാൻ, ഹോസ്പിറ്റൽ നമ്മുടെ കൂടെയുള്ളൊരു ഹാജ് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അയാളെ കാണാൻ പോയി, അല്ലെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഗിഫ്റ്റുകൾ വാങ്ങാനോ സുഹൃത്തിനെ കാണാനോ എല്ലാം മക്കത്ത് തങ്ങിയാൽ വദാഇന്റെ തവാഫ് വീണ്ടും ചെയ്യേണ്ടി വരും. എന്നാൽ തവാഫ് കഴിഞ്ഞ ഉടനെ നിസ്കാരത്തിൻ്റെ സമയമായി, എന്നാൽ അത് നിർവഹിക്കാവുന്നതാണ്. മയ്യിത്ത് നിസ്കാരത്തിനും കൂടാവുന്നതാണ്. അതുപോലെ യാത്രയ്ക്ക് വേണ്ടി വാഹനം കാത്തിരിക്കൽ പോലുള്ള കാര്യങ്ങളും അനുവദനീയമാണ്. വദാഇന്റെ തവാഫിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് നിയ്യത്ത് നിർബന്ധമാണ് എന്നത്. നേരത്തെ നമ്മൾ ഹജ്ജിന്റെ ഇഫാദത്തിന്റെ തവാഫ് ചെയ്തപ്പോഴും കുദൂമിന്റെ തവാഫ് ചെയ്യുമ്പോഴൊക്കെ നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ. പക്ഷേ വദാഇന്റെ തവാഫിന് നിയ്യത്ത് നിർബന്ധമാണ്. എന്താ നിയ്യത്ത്? അല്ലാഹുവേ, ഞാൻ നിന്റെ വിശുദ്ധ ഭവനത്തോട് വിട പറയുന്ന തവാഫ് നിനക്ക് വേണ്ടി ചെയ്യുന്നു നാഥ എന്നതാണ് നിയ്യത്ത്. ഈ തവാഫിൽ ഇദ്തിബാഅ്, നമ്മളെ മേൽമുണ്ട് കക്ഷത്തിന്റെ താഴത്തിലൂടെ ഇദ്തിബാഅോ അല്ലെങ്കിൽ റംല് നടത്തം, സ്പീഡിൽ നടക്കലോ ഒന്നും ഇല്ല. സാധാരണ പോലെയാണ് ചെയ്യേണ്ടത്. അതുപോലെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? മുഖം മറക്കാം. പുരുഷന്മാർക്ക് കാലിന് സോക്സ്, എല്ലാ ഫുൾ വസ്ത്രം ധരിച്ചുകൊണ്ട് ധരിക്കാം. ഇഹ്റാമിന്റെ വേഷത്തിലല്ല വദാഇന്റെ തവാഫ് ചെയ്യേണ്ടത്. ചെയ്തതിൽ കുഴപ്പമുണ്ടായിട്ടില്ല. നല്ലത് മറ്റു രൂപത്തിലാണ്, അഥവാ സാധാ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ്. എന്നാൽ ഉദു മുറിയുന്ന പേടിയൊന്നുമില്ല. അതുപോലെ മെൻസസ് ഉള്ള സ്ത്രീക്ക് തവാഫ് നിർബന്ധമില്ല, ഉപേക്ഷിക്കുന്നതിൽ കുറ്റവുമില്ല. പക്ഷേ അവളും പുറത്ത് പള്ളിയുടെ വാതിലിൻ്റെ അടുത്ത് നിന്ന് വിട പറയൽ ദുആ ചെയ്യണം. ദുആ ഞാൻ താഴെ പോസ്റ്റുന്നുണ്ട്. ആ ദുആ അവളും പള്ളിയുടെ പുറത്ത് വെച്ച് വാതിലിൻ്റെ അടുത്തൊക്കെ നിന്നുകൊണ്ട് ചെയ്യാം. ഈ തവാഫും അതിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരവും കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ മുൽത്തസമ എന്ന് പറയുന്നത് പരിശുദ്ധ കഅബയുടെ വാതിലിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള കുറഞ്ഞ സ്ഥലമാണ്. അവിടെ കവിളും കൈകളും വെച്ച് ദുആ ചെയ്യൽ പ്രത്യേകം പുണ്യമാണ്. പക്ഷേ ഇന്നൊക്കെ അത് നടക്കുമോ എന്നറിയില്ല. അവിടെ വെച്ച് എന്തും ചോദിക്കാവുന്നതാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന 15 സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് മുൽത്തസം. ദുആ ഞാൻ ശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് സാധിക്കുകയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിയമപാലകർ അനുവദിക്കുന്നില്ലെങ്കിൽ, മഖാം ഇബ്രാഹിം അലൈഹിസ്സലാം പോലുള്ള സ്ഥലത്തിൻ്റെ പിന്നിൽ വെച്ചോ മറ്റെവിടെ വെച്ചെങ്കിലും മത്താഫിൽ വെച്ചോ എവിടെയാണ് സാധിക്കുന്നത് അവിടെ വെച്ചത് ചെയ്യുക. ദുആ ഞാൻ പോസ്റ്റാണ്. ശേഷം ആ ദുആക്ക് പുറമെ, ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ദുആക്ക് പുറമെ മലയാളത്തിൽ നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേകമായി ഇനിയും ഈ പുണ്യഭൂമിയിലെത്താനും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്കിന് വേണ്ടിയും അതുപോലെ ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുക. ശേഷം സംസം കുടിക്കലും പിന്നീട് സാധിക്കുമെങ്കിൽ ഹജറുൽ അസ്വദ് മുത്തലുമൊക്കെ സുന്നത്താണ്. പിന്നീട് പരിശുദ്ധ കഅബയെ നോക്കിക്കൊണ്ട് അങ്ങേയറ്റത്തെ സങ്കടത്തോടെയും
കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അച്ചടക്കത്തോടെയും ആവണം ശുദ്ധ കഅബയോട് വിട പറയുന്നത്. താഴെ കൊടുക്കുന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടും വിട പറഞ്ഞു പോരുക. ആ കഅബയെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് പിന്തിരിഞ്ഞു പോരുക. തിരിഞ്ഞു നടക്കൊന്നും വേണ്ട. നടക്കേണ്ടത് നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് തന്നെയാണ് നടക്കേണ്ടത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കഅബയെ ഒരു സങ്കടത്തോടെ നോക്കിക്കൊണ്ട് പോരുക. മുകളിൽ വിശദീകരിച്ചതുപോലെ നിർബന്ധമുള്ളവർ ഈ തവാഫ് ചെയ്യാതെ പോയാൽ, അത് മറന്നാണെങ്കിലും അറിവില്ലാതെയാണെങ്കിലും അവന് ഫിദിയ നിർബന്ധമാകും. എന്താ ഫിദിയ? ഉദ്ഹിയത്തിന്റെ നിബന്ധനയൊത്തവർ ആടിനെ ഹറമിൽ അറുത്തു കൊടുക്കുകയാണ് വേണ്ടത്. പരിശുദ്ധ ഹറമിൻ പരിധിയിലാവണം അത് അറുത്ത് നൽകേണ്ടത്. ഇനി കാളയോ പശുവോ അല്ലെങ്കിൽ ഒട്ടകമൊക്കെ ആണെങ്കിൽ 7 പേർക്ക് ഒന്ന് മതിയാകും. ആടിനെ വാങ്ങാനുള്ള പണമില്ലാതെ വരികയോ അല്ലെങ്കിൽ ആടിനെ കിട്ടാതെയാവുകയോ അതുമല്ലെങ്കിൽ മാന്യമായ വിലയേക്കാളും കൂടുതൽ നൽകേണ്ടി വരികയോ ഒക്കെ ചെയ്തത് മൂലം അറുത്തു കൊടുക്കാൻ കഴിയാതെ വന്നാൽ പകരം 10 നോമ്പ് അനുഷ്ഠിക്കണം. അതിൽ 3 നോമ്പ് തൻ്റെ ലക്ഷ്യസ്ഥലത്ത് എത്തിയ ഉടനെയും ബാക്കിയുള്ള 7 എണ്ണം മക്കത്തിൽ നിന്ന് തൻ്റെ നാട്ടിലേക്ക് എത്താൻ സാധാരണയിൽ എത്ര ദിവസം വേണ്ടി വരുമോ അത്രയും ദിവസം ഇടവിട്ടതിന് ശേഷം നോറ്റുവിട്ടണം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ 3ന്റെയും 7ന്റെയും ഇടയിൽ വിട്ടുപിരിക്കൽ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഒരുമിച്ച് 10 കൂടെ നോറ്റാൽ 3 വീടൂ. ഇവ തുടരെ അനുഷ്ഠിക്കൽ നിർബന്ധമുണ്ടോ? അല്ല. ഈ 3 നമ്മൾ തുടരെ 3 ദിവസം അനുഷ്ഠിക്കണോ? വേണമെന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് ഒന്നിന്ന് നോറ്റ് 1-2 ദിവസം കഴിഞ്ഞിട്ട് നോറ്റ് അങ്ങനെ നോറ്റ് വീട്ടിയാൽ മതി. അതുപോലെ 7 എണ്ണവും തുടരെ 7 നോൽക്കണമെന്നില്ല. ഇടയ്ക്ക് നോൽക്കാതിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ മെൻസസ് ആയപ്പോൾ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. എന്നാണോ ആദ്യത്തെ 3 പൂർത്തിയാകുന്നത് അതിൻ്റെയും 7 തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ നേരത്തെ പറഞ്ഞ സ്വദേശത്തേക്ക് എത്താൻ ആവശ്യമായ അത്രയും ദിവസം ഇടവിട്ടതിന് ശേഷമാവണം. അതുപോലെ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്റും ഞാൻ എന്ത് ചെയ്യാം? താഴെ പോസ്റ്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഹജ്ജിനെ കുറിച്ചുള്ള ഏകദേശം കർമ്മങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചുമൊക്കെ ചില ക്ലാസ്സുകൾ കൂടെ എടുക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക്, വലിയുമ്മമാർക്ക്, വലിയുപ്പമാർക്ക്, അമ്മായിമ്മമാർക്ക്, അമ്മോശന്മാർക്ക്, ഇഷ്ടജനങ്ങൾക്ക്, ഉസ്താദുമാർക്ക്, മശായിഖന്മാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല അവരുടെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പാപങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു വിട്ടുപുറത്തു കൊടുക്കട്ടെ. നമുക്ക് ഇനിയും ഒരുപാട് ഹജ്ജ് അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിൽ നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഒക്കെ തൗഫീക്ക് നൽകട്ടെ. വന്നുപോയ എല്ലാ അപാകതകളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യമക്കളെയും ഒക്കെ അല്ലാഹു അവൻ്റെ മഹ്ലായ ഫضل കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇതിൻ്റെ പിന്നിൽ, ഈ ഗ്രൂപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വോയിസുകളൊക്കെ കേട്ടതനുസരിച്ച് ചെയ്യുന്നവർക്കും അല്ലാഹു തആല ഉത്തമമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.